ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഈ വേദിയിൽ ഒരു വളരെ ആത്മാർത്ഥതയുള്ളൊരു എസ് ഐ ഉണ്ട്. അതേ ഈ അടുത്തിടയ്ക്ക് റിട്ടയർ ആവാൻ പോവാണ്. ആരാന്ന് മനസ്സിലായോ? എസ് ഐ രാജപാളയം. അപ്പൊ അദ്ദേഹമാണ് ഇനി അടുത്തതായിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ പോകുന്നത്. കോമാളിത്തരം കാണിക്കോ? ഇല്ല, ഒന്നും കാണിക്കില്ലായിരിക്കും. ഇത്തവണയും ആത്മാർത്ഥമായിട്ട് ഡ്യൂട്ടി ചെയ്യാനായിട്ട് ലെറ്റ്സ് വെൽക്കം രാജേഷ് തിരുവമ്പാടി, ശ്യാം തൃക്കുന്നപ്പുഴ ആൻഡ് ബിജു പുഴിയൂർ. എന്തോ ഒരു കഷ്ടമെന്ന് പറയണേ. ഈ മകരമാസത്തിൽ ഈ കൊടുമ്പഞ്ചത്ത് എന്നെ മാത്രം ഈ ഡ്യൂട്ടി കിട്ടിക്കുന്നതിന്റെ കാര്യം. എല്ലാവന്മാരും ലീവ്. ആരും ഒരു കോൺസ്റ്റബിളിനെ ഇട്ട് വരാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്തോ ചെയ്യാനാന്ന്. നമസ്കാരം. നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. എസ് ഐ രാജപാളയം. അങ്ങനെ വരത്തുള്ളൂ. എസ് ഐ രാജൻ പാളയം. കോമാളി കളിക്ക. സാറേ ഞാൻ വേറൊരു കേസ് തന്നെയായിരുന്നു. കാരണം ഇവിടെ സഹകരണ ബാങ്കിൽ നിന്ന് ഒരു 4 അംഗ സംഘം അമ്മ ഒരു കവർച്ച നടത്തി. അപ്പൊ ഇവന്മാർ ഈ സിറ്റി വിട്ട് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുക. സംശയാസ്പദമായിട്ട് ആരെ കണ്ടാലും പൊക്കിയേക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ ഐസാറിന്റെ ഓർഡറാണ്. അങ്ങനെ നിൽക്കാൻ ഞാൻ വേറെ ആരും ഇല്ല. അറിയാലോ, ഞാൻ അന്ന് പറഞ്ഞു ഇനിയിപ്പോ ഏതാണ്ട് ഒരു കഷ്ടിച്ച് ഒരു 10-20 ദിവസവും കൂടെ ഉള്ളൂ എനിക്ക് റിട്ടയർ ആവാൻ. അപ്പൊ ഇതുറങ്ങ് ചെയ്തിട്ട് പോയാൽ മറ്റേ എന്നാ പെങ്കൊച്ചിന്റെ ഡെഡ് ബോഡി കൊണ്ട് ഓർമ്മയുണ്ടോ? അതാ അത് തന്നെ പെട്ടിരിക്കുക. പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ നിൽക്കുന്ന അങ്ങനെ. അപ്പൊ അതായിട്ട് നിൽക്കുകയാണ്. പല രൂപത്തിലും വരുമെന്നാണ് സാറ് പറഞ്ഞത്. മനസ്സിലായ? അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം സഹകരിക്കണേ. ആര് വിളിക്കണ? ഹലോ ഹലോ. ജി മുരളിയാണ്. സാറേ പറഞ്ഞോ സാറേ. നമ്മുടെ ബാങ്ക് കവർച്ച കേസിലെ പ്രതികള് ഈ നാട്ടിൽ നിന്ന് വിട്ടു പോയിട്ടില്ല. അറിയാം സാറേ. അവരേത് വേഷത്തിലും എവിടെയും പ്രത്യക്ഷപ്പെടാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടല്ലേ? അത് ചെയ്യാം സാറേ. ആ പ്രതികള് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകരുത്. അവരെ നിങ്ങൾ എങ്ങനെയും അറസ്റ്റ് ചെയ്യാം. ഞാൻ ചെയ്യാം സാറേ. ഞാൻ ഒറ്റയ്ക്ക് വന്നാലും ഞാൻ പൊക്കാം സാറേ. ആ പ്രതികൾ നിങ്ങളുടെ നിന്ന് മൂരി പോയാൽ നിങ്ങൾക്ക് സസ്പെൻഷൻ ആയിരിക്കും. എങ്ങനെയാ സാറേ? എന്നെ കളിയാക്കിയാലുണ്ടല്ലോ ഡിസ്മിസ് ചെയ്യും. സാറേ ഞാനേ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, സാറിന്റെ പേര് മുരളി എന്നല്ലേ പറഞ്ഞേ? പക്ഷെ ട്രൂ കോളറിൽ മൂക്കട്ട മുരളി എന്നാണ് സാർ കാണിക്കുന്നത്. രണ്ടാമത്തത് സാർ സസ്പെൻഷൻ എന്നും ഡിസ്മിഷൻ എന്നുമാണ് സാർ പറഞ്ഞത്. കേട്ടോ സാർ? ഓക്കെ സാർ. ഓക്കെ. ഈ പുല്ലൻ എന്നെ ചിരിപ്പിച്ച് കൊല്ലാനായിട്ട് ഇനിയും ചെയ്യാനാന്ന് പറയണേ ഓരോരോ. അപ്പൊ ഒന്ന് നോക്കണം കേട്ടോ. നിങ്ങളെ വണ്ടി അവിടെ ഇട്ടേക്കരുത് അധികം കേട്ടോ. ഞാൻ ചെക്കിങ് അങ്ങനത്തെ അറിയാലോ. അത്ര ഒരു പോലീസുകാരനാണ് ഞാൻ. നമ്മൾ വെറുതെ കോമഡി അല്ല കേട്ടോ. ഹലോ പൽസലീ എവിടെ? ഓ ഞാൻ പഴയ സ്പോട്ടിൽ തന്നെടി. ഒന്നുമില്ല, ഡള്ള്. വരുന്നിടത്ത് വെച്ച് കാണാം. ശരി ഞാൻ തന്നെ ഇതൊക്കെ കഴിച്ചിട്ട് വിളിക്കാം. രാവിലെ ആവട്ടെ. ഓക്കെ. എന്തോ ചെയ്യാനാന്ന് പറയണത്? ഒറ്റ കൂട്ടം ഇവ കൂളം വെച്ച് കൂടാൻ പോണെന്ന് അറിഞ്ഞിട്ടു. ആ പ്രതികൾ ഏതു വേഷത്തിലും വരും, ഏതു രൂപത്തിലും വരും. അവരെ വിട്ട് കളയരുത്. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം, അതാണ് രാജന്റെ ശൈലി. ഒരു ചോദ്യം വേണ്ട, ഒരു ഉത്തരം വേണ്ട. അമ്പാടി ലോഡ്ജ് റെയ്ഡില്ല, സേഫാണ്. അതല്ല. നിന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ഇന്ന് 3 പേരുണ്ടായിരുന്നു. ഇതങ്ങോട്ട് ഞാൻ സ്ത്രീയല്ലേ സാർ? പോലീസാണെന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കാമെന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? സാർ പെണ്ണുങ്ങൾക്ക് നിയമമൊക്കെ അറിയാം കേട്ടോ സാർ. ഇനി മേലിൽ പെണ്ണുങ്ങളോട് ഇങ്ങനെ കാണിക്കരുത് കേട്ടോ. സോറി സഹോദരി, സോറി മാഡം, പറ്റിപ്പോയി. സംഭവം എന്നറിയാമോ? ഐ ജി വിളിച്ചു പറഞ്ഞു പ്രതികൾ ഏത് രൂപത്തിലും വരും. ഞാൻ ഓർത്ത് അവന്മാര് പെൺമശത്തിൽ വന്നാണെന്ന്. ഇപ്പോഴാണ് പിടികിട്ടിയത്. ഇപ്പോഴാണ് കറക്റ്റ് എനിക്ക് പിടികിട്ടിയത്. പിന്നെ എന്ത് ചെയ്യുന്നു? ഞാന് ആന്റിയെ സഹായിക്കുന്നു. പിന്നെ ഞാന് വെറും അങ്ങ്
കോമാളിയാന്ന് വിചാരിക്കരുത്, ഞാൻ അങ്ങനെ കോമാളത്തെ കാണിക്കുന്ന ആളാണ്. ചോദ്യം ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിക്കുന്നവനാ. പ്രതികളെ സഹകരണ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചോണ്ട് മുങ്ങിക്കുന്നു. ഈ സിറ്റി വിട്ട് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരെ എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിരിക്കണം. ഓക്കെ? പേരെന്തുവാ? അന്ന. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അന്ന. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അച്ഛന്റെ പേര്? ഐസക്ക. പിന്നെ പൈസ അല്ലാതെ എങ്ങനെ ചിലവന്മാര് പറ്റിക്കും ലോട്ടറി ടിക്കറ്റ് ഒന്ന് നോക്കണം. ഞാൻ എപ്പോഴും സഹായത്തിന് കാണൂല. അയ്യോ അല്ല, എന്റെ അച്ഛന്റെ പേരാ പറഞ്ഞത്. ഐസക് എന്നാ പേര്. ഓ ഐസക്ക. ആ പിന്നെ വേറെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്. അമ്മയുടെ പേര്? ഇറിക്കി. ആരൊക്കെ ഇരിക്കും? അയ്യോ അതല്ല, എറിക്കി. ഓ അങ്ങനെ എറിക്ക്. ഓക്കെ. പിന്നെ ഒരു സഹോദരനുണ്ട്. വേണ്ട വേണ്ട, അവന്റെ പേര് എനിക്ക് ഊഹിക്കാം. അതെന്താ? പേർക്കി. അയ്യോ അതല്ല, എന്റെ സഹോദരന്റെ പേര് ഇറച്ചി. ഇറച്ചിയോ? ഇറച്ചി. ഓ ഈ റജി. ഇറച്ചി. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഓരോരോ പേരുകൾ വിട്ടോണ്ട് വരും, ചുമ്മാ കോമഡി. ഓക്കെ, അപ്പം ഏത് സമയം വേണേലും ഞാൻ വിളിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യാൻ കേസിന്റെ ഭാഗമായിട്ട് ഞാൻ വിളിക്കും. അപ്പോഴും പറയണം കേട്ടോ. അങ്ങനെ ചെയ്യാനുള്ള ആവശ്യമില്ലാത്തൊന്നും ചെയ്യാം. പിന്നെ സാറേ, സാറിന് ഞാൻ കഴിഞ്ഞ ദിവസം ജില്ലാ ജയിലിൽ വെച്ച് കണ്ടായിരുന്നു. എന്നെ ജില്ലാ ജയിലിന്റെ ഭാഗത്ത് വെച്ച് കണ്ടായിരുന്നു? അതെ, സാറ് ഒരു പ്രതി എങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അയ്യോ, അത് ഞാൻ വലിച്ചഴിച്ച് കൊണ്ടുപോയതല്ല. ഞാൻ അവന്റെ കയ്യും കാലും പിടിച്ച് എങ്ങനെയും ഒന്ന് അകത്തോട്ട് കയറാന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയതാ ഞാൻ. അതായത് ഞാൻ ഒരു മോഷണ കേസിലെ പ്രതിയെ പിടിച്ചിട്ട് ഞാൻ കോടതി ഹാജരാക്കാൻ കൊണ്ടുപോയാണ്. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, സാറേ എന്നെ എവിടെ കൊണ്ടുപോകണം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കണക്കിന് ഇത് സമ്മതിക്കത്തില്ല. പിന്നെ 4 സൈഡിൽ നിന്നാണല്ലടാ ഇത്. പിന്നെ അപ്പോഴേ ഞാനിവനെ ഇത് ചെയ്യാമോ തലേ വെക്കല്ലേ, എനിക്ക് ഞാൻ വിചാരിക്കും മനസ്സിലാന്ന്. അപ്പോ അങ്ങനെ ഞാനിവനെ കൊണ്ടുപോയി കോടതി കൊണ്ടുപോവാ. അപ്പൊ ഇവൻ എന്നോട് ചോദിച്ചു, സാറേ എവിടെ കൊണ്ടുപോകാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിന്നെ കോടതിയിൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഒക്കെ ഹാജരാക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ ഇവ ഉടനെ എന്റെ കൈ തട്ടി വേണ്ടിട്ട് പറയാനേ, ഓ സാറേ ഇവിടുന്ന് ഞാൻ 10-ാം ക്ലാസ് വരെ പഠിച്ച എന്നെ വെറും 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കണമെന്ന് പറഞ്ഞത്. ഒരു +2 എങ്കിലും വേണമെന്ന് ഒറ്റ വാച്ചി അവസാനം കൈയും കാലും പിടിച്ച് ഒരു കണക്കിന് ഞാൻ കോടതി കൊണ്ടുപോയത്. ഹലോ ഹലോ. ഓ എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുക എന്റെ പൊന്നു. ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നല്ലോ സാറേ. കുറെ ദിവസത്തോട്ട് ഭയങ്കര ശല്യം സാറേ. സാറൊന്നും എടുക്കും സാറേ. ഹലോ അങ്ങനെ. ഹലോ ഹലോ. എന്താ പെണ്ണിത് മിണ്ടാത്തന്നാ പെണ്ണെ? എന്നാ തൊണ്ടയ്ക്ക് എന്നാ വയ്യേ? അപകട്ടാണോ? അതിനുള്ള മരുന്നൊക്കെ നമുക്ക് മേടിക്കാന്ന്. ആ ഒരു പാട്ട് പാടാവോ? ഒരു പാട്ട് പാടി താ, ഞാനൊന്ന് കേക്കട്ടെ. ഉണ്ണിപ്പൂവ് ഇത്തിരി കേറിപ്പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല, നമുക്ക് പാടുന്നതിന് മുമ്പേ പറിക്കാം. പിന്നെ ഇപ്പൊ ഏത് ഡ്രസ് ആയിട്ടേക്കുന്നേ? നീ ഏത് ഡ്രസ് ആയിട്ടേക്കുന്നേ? കാക്കിയോ? തോളയിലൊരു നക്ഷത്രമുണ്ട്. ആകാശത്തല്ലേ നക്ഷത്രം? അല്ലടാ, നിന്റെ കണ്ണീന്ന് മൂക്കി ഞാൻ നക്ഷത്രം മരത്തി. നീ സ്റ്റേഷനിലോട്ട് വരാൻ മര്യാദ. നീ മേലെ ഈ ഫോണിലോട്ട് വിളിച്ചാ കേട്ടോ റാസ്കൽ. ഇവനൊക്കെ ഒരു വിചാരമുണ്ട് നമ്മൾ വെറുതെ കോമളി കളിക്കാൻ നിൽക്കുന്ന ഇവന്റെയൊക്കെ ചിന്താഗതി. മനസ്സിലായോ? സാറേ സാറേ എനിക്കൊരു സഹായം ചെയ്യാമോ? സാർ ഇവിടെ നിന്ന് മാറി നിൽക്കാമോ? ഈ ജീപ്പ് ഒക്കെ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് ക്ലയൻസ് ഒന്നും വരില്ല സാറേ. എന്റെ കൊച്ചു ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോക്കണം. ക്ലയൻസോ? അല്ലല്ലേ, കയ്യിന്നിട്ട് എന്തോ ഞാൻ അവനെ കിട്ടിയാൽ ഞാൻ പോകും. അതുകൊണ്ടാ എന്ന് പറഞ്ഞ എങ്ങനെയാ സാറേ? ഇപ്പൊ നമ്മൾ ജീവിക്കാനല്ലേ സാറേ ഇവിടെ കിടന്നിങ്ങനെ? ചുടാ, ഞാൻ പിന്നെ മരിക്കാൻ വേണ്ടിയതാണോ? എന്റെ ജീവിതം വരെ 2 പിള്ളേരെ അവിടെ നിൽക്കുമോ? ഞാൻ പ്രതിയെ കിട്ടിയാൽ ഞാൻ പൊക്കോളാം. ആര് വന്നാലും പിടിക്കും. സമയം ഒരുപാടായി സാറേ. ഇനി ഈ വെളുപ്പിനെ 3 മണി സമയത്താണെന്നാണ് നമ്മുടെ തലപ്പ്. ഇറങ്ങിയതാ ഈ 3 മണിക്കാ? ഈ വെളുപ്പിനെ 3 മണി സമയത്താ? ഞാൻ ഇച്ചിരി വെളുപ്പിനെ എഴുന്നേറ്റ് പോയി. എന്നിട്ട് പിന്നെ കിടന്നുറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഓടാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. അത് ശരി. പറടാ, സത്യം പറ. സാറിനെ പറ്റിക്കുന്നോ? സാറേ ചുമ്മാ ഇരിക്കല്ലേ. എനിക്ക് ശ്വാസാങ്കോട്ട ഉള്ളതാണ്. നിനക്ക് ശ്വാസാങ്കോട്ട ഉണ്ടെങ്കിൽ എനിക്ക് തക്കത്തപ്പുഴയുണ്ട്. എനിക്ക് ശ്വാസം മുട്ടുള്ളതാണ്. എന്നെങ്കിലും ഇട്ടിരിക്കരുത്. നിന്റെ ശ്വാസം മുട്ടി ഞാൻ മാറ്റി നടക്കാൻ ഇറങ്ങി അന്ന് ആന്റി ടെറസിലാണ്. അത് ചിലപ്പോ തുണി ഉണങ്ങാൻ എടുക്കാൻ പോയതായിരിക്കും. എന്തുവാ ആന്റി ടെറസിൽ കയറി എന്ന് പറഞ്ഞേ? ഓ മിസ്സായി. ആന്റി ടെറസിൽ കയറി പറഞ്ഞോ? പിന്നെ നീ അല്ലടാ ബാങ്ക് മോഷണം നടത്തിയ? നിന്റെ കൂടെയുള്ള ബാക്കി 4 പേരെ പറ. സത്യം പറ, നിന്റെ സംഘത്തിന്റെ പേരെന്തുവാ?
നിന്റെ സംഘത്തിൽ എത്ര പേരുണ്ടോ? എന്റെ സംഘത്തിന്റെ പേര് രാസലീല പുരുഷ സ്വയം സഹായ സംഘം. ഇങ്ങനൊക്കെ ഒരു സംഘത്തിന് ആരെയും പേരിടുവോ? അങ്ങനെ പേരുണ്ട്. ഞങ്ങള് ഇന്നാണ് ഞങ്ങളുടെ കാശൊക്കെ കൊടുത്ത് പിരിച്ചുവിടുന്ന ദിവസവും. അറിയില്ല. ശരി, എത്ര പേരുണ്ടോ സംഘത്തില്? 38 പേരുണ്ട്. ഈ പേര് കേട്ടിട്ടായിരിക്കും ഈ 30 പേരിനകത്ത് തന്നെ നിൽക്കുന്നല്ലേ? ഈ പേരുള്ളത് കൊണ്ടാണ് ഈ ആമ്പിള്ളേരെല്ലാം പിടിച്ചു നിൽക്കുന്നത്. അത് ശരി, നീ കൂടുതൽ വർത്താനം പറയണ്ട. സാറേ നമുക്കേ ഇവനെ കൊണ്ട് നമ്മൾ അമ്പാടി ലോഡ്ജിൽ കൊണ്ടുപോയി നമുക്ക് ഇടിച്ചാലോ? അവിടെ നമ്മൾ റെയ്ഡില്ല, സേഫാ. ഇതെന്തുവാടേ ഒരു കാര്യം ചെയ്തോണ്ട് കൊച്ച മാറിയില്ലേ? ഞാൻ ഇത് തീർക്കട്ടെ. ക്ലിയർ ചെയ്തിട്ട് എന്നെ വെറുതെ വിടണം. നിലയമുള്ള ഒരുത്തനാ. എവിടെ നിലമല? എന്റെ പേര് കേട്ടാ സാറിന് അറിയാൻ പറ്റും. നിന്റെ പേര് പരാതി. ജഗന്നാഥ വർമ്മ. ഇത് വീട്ടിൽ കൊണ്ടുപോയി നിന്റെ അച്ഛന് കൊടുക്കണം. ലോജിക്കില്ലാതെ പേരിട്ടേ നീ. എന്റെ പേര് ജഗന്നാഥ വർമ്മ എന്നല്ല, ശശി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ ആയിരുന്നു. പറയടാ, ബാങ്കിൽ നിന്ന് മോടിച്ച പൈസ ഞാൻ മോട്ടിച്ചിട്ടില്ല സാറേ. ഞാൻ മോട്ടിച്ചിട്ടില്ല. സത്യം പറയടാ, പൈസ ഇടിക്ക് സാറേ, ഇടിക്കവനെ. എവരിത് സമ്മതിക്കത്തില്ല. ഞാൻ മൂത്ത് കയറി വരുമ്പോ ഇത് അങ്ങോട്ട് മാറിയില്ല. കൊച്ചെ അവനെ കൊണ്ട് ഞാൻ പോത്തില്ലേ? ഞാൻ പറഞ്ഞില്ല. എന്നെ കൊണ്ട് സത്യം നീ നോക്കിക്കോ. നിന്നെ ഞാൻ കോടതി ഹാജരാക്കും. എന്നിട്ട് തെളിയാതെ കിടക്കുന്ന പല കേസുകളും എടുത്ത് നിന്റെ തലയിൽ വെച്ചത്. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടു പോരും. തെളിയാതെ കിടക്കുന്ന കേസല്ലേ? ജഡ്ജി എങ്ങനെ വായിച്ചു മനസ്സിലാക്കും? ആരോടാടാ നീ തമാശ പറയുന്നത്? ഇത് വേറെ വകുപ്പാണെന്ന് മാറിയില്ല. ഞാൻ ക്ലിയർ ചെയ്യാം. ഇങ്ങോട്ട് മാറിയില്ല. ഈ സത്യം പറ, നിന്നെ ഞാൻ കോടതി ഹാജരാക്കും. സാറേ, പാലോട് പ്രമാദമായ കേസ് നിന്റെ തലയിൽ വെച്ചേരും. അതൊക്കെ ഒരു കേസാണ് സാറേ. പാലോട് പ്രമാദമുണ്ട്. പാലോട് പ്രഥമന്റെ കാര്യമാണോ പറഞ്ഞത്? പാലോടെന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രമാദമായ കേസ് നിന്റെ തലയിൽ ഞാൻ വെച്ചു. സാറേ, എന്തിനാണ് സാർ ഇതൊക്കെ ആവശ്യമില്ല? ഉള്ള കാര്യം ബാങ്കിന്റെ പൈസ അവിടെ കൊണ്ടുവച്ച് ബാക്കി. സാറേ, ബാങ്കിന്റെ പൈസ അല്ല സാറേ, ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ്. സാറ് വിചാരിക്കുന്ന ആളല്ല ഞാൻ. ആണോ? നാട്ടിൽ നിലയും വിലയുള്ള ഒരാളാണ്. നീ നിലമേലെ നിന്റെ നിലമേലെ നീ കാരാജിപ്പി. സാറിന് എന്നെ അറിയാൻ മേലാണ് സാർ ഇത് പറയുന്നത്. ആവശ്യമില്ലാത്ത ഇടപാടിന് നിൽക്കരുത്. എന്നിട്ട് സാറിന് എന്നെ അറിയാൻ മേല. അറിഞ്ഞാൽ സാർ എന്നെ തൊട്ട് കളിക്കത്തില്ല. ഇവിടുത്തെ തല MLA സതീഷ്. ആ MLA സതീഷ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നാണ് നീ. അയ്യോ, MLA സതീഷില്ലേ, അവന്റെ അച്ഛനാ ഞാൻ. അയ്യോ എന്റെ അമ്മ, അയ്യോ വല്ല ശല്യത്തിനും വന്നാണോ കൊച്ചാ? നീയാണ് എരിവ് കയറ്റി ഇടി യാത്ര ഇടിപ്പിച്ച? അല്ലല്ല, സാറാ ഇടിച്ചത്, ഞാൻ കണ്ടായിരുന്നു. പിന്നെ അമ്പാടി ലോഡ്ജ് ഒളിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ ഒളിച്ചിരിക്കാൻ പറ്റില്ല. റെയ്ഡില്ല, പക്ഷെ സേഫ് ആണ്. എന്റെ പൊന്നു സാറേ, അബദ്ധം പറ്റിപ്പോയ സാറിനോട്. അബദ്ധമല്ല, എന്നെ ഇടിച്ച് ഞാൻ ചാവും മിക്കവാറും. ഞാൻ ചത്തു. ഇല്ല സാറിനൊന്നുമില്ല, ശരി സാറൊന്നുമില്ല. ഞാൻ ദൈവത്തെ വിചാരിച്ച സാറിനോട് പറയില്ലേ. കാരണം സാറിനോട് പറഞ്ഞാൽ സാർ എന്നെ കീരിക്കാൻ അവിടെ രാമൂർത്തേക്ക് സ്ഥലം മാറ്റും. രാമൂർത്തേക്ക് സ്ഥലം മാറ്റിയാൽ ഞാൻ കീരിക്കാനും ദിവസമായിട്ട് വൻ വിഷയം നടക്കും. അതുകൊണ്ടാണ് ദൈവത്തെ വിചാരിച്ചില്ല. എന്നെ ഇടിച്ച് ഞാൻ ചിലപ്പോ മരിച്ചു പോകുന്നില്ല. സാറൊന്നുമില്ല. ഞാൻ മരിച്ചു പോയാലേ ഇല്ല ഒന്നുമില്ല. എന്റെ മകളുടെ 3 വയസ്സ് പ്രായമുള്ള കൊച്ചിന്റെ കരച്ചില് ഞാൻ എങ്ങനെ കേൾക്കും ദൈവമേ? അവളുടെ 5 വയസ്സുള്ള കൊച്ചിന്റെ ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ഞാൻ എങ്ങനെ കാണും ഈശ്വര? എന്റെ കുടുംബത്തിൽ എത്ര പേരാ ഉള്ളതെന്നറിയാവോ? തളർവാദം വന്ന് കിടക്കുന്ന എന്റെ അച്ഛൻ, വൈകിട്ട് സന്ധ്യാനാമം കൊടുത്തു വെക്കുന്ന എന്റെ മുത്തച്ചി, നാട്ടില് നിലയും വിലയുള്ള എന്റെ വലിയേട്ടൻ, ഞാൻ ഭയങ്കര അങ്ങനത്തെ ഒരാളാണ് ഞാൻ. സൗദി അറേബ്യയിലുള്ള എന്റെ അനിയൻ, SI സെലക്ഷൻ ഇരിക്കുന്ന എന്റെ കൊച്ചു പെങ്ങള്. ഞാൻ പറഞ്ഞു കൊടുക്കും. കാര്യം എന്നെ വെറുതെ തല്ലില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. സാർ ഒരു കാര്യം ചെയ്യാം, ഞാൻ സാർ വണ്ടിയിലോട്ട് ഇറങ്ങി ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. വണ്ടിയിലോട്ട് കയറുന്നില്ല. അങ്ങനെ പറയില്ല സാർ പോലും. സാർ നാളെ എനിക്ക് പ്രശ്നമാണ് സാർ. ഞാൻ കയറുന്നില്ല. സതീഷ് സാർ എന്നെ തട്ടു. അല്ല, വേണമെങ്കിൽ ഞാൻ കൂടെ കയറാം. ഈ അമ്പാടി ലോഡ്ജിന്റെ ഒരു കാര്യം പറയില്ല സാർ. ദൈവത്തെ വിചാരിച്ചു ജീപ്പിൽ കയറി ഞാൻ കൊണ്ടുവിടാം. ഇല്ല, വേണ്ട, അത് വേണ്ട. ഞാൻ ജീപ്പിൽ കൊണ്ടുവിടാം. ഒന്നുമില്ലേലും സതീഷ് സാറിന്റെ അച്ഛനല്ലേ, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര എങ്ങനെ? അല്ല, MLA സതീഷ് സാറിന്റെ അച്ഛനല്ലേ, അതാണ് ഇത്ര ബഹുമാനം. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, MLA സതീഷ് സാറിന്റെ അച്ഛനാണെന്നുള്ള കാര്യം, അത് എനിക്കും അവന്റെ അമ്മയ്ക്കും ഇപ്പം തനിക്കും അറിയത്തുള്ളൂ. വേറെ ഈ ലോകത്ത് ആർക്കും അറിയാൻ മേല. ഇപ്പൊ എനിക്കും അറിയാം. SI രാജപാളയം ഇപ്രാവശ്യം ഡ്യൂട്ടി നന്നായി ചെയ്തോ എന്ന് നമുക്കറിയാം. കാര്യക്കാരിലേക്ക് അടക്കാം. ഷാ ചേട്ടാ. രാജേഷ്, ശ്യാമ, ബിജു അടിപൊളി സ്കിറ്റായിരുന്നു. മാത്രമല്ല ഓരോ എൻട്രി പോലും ഭയങ്കരമായിട്ട്, ഒന്നാമത് ഭയങ്കര എനർജിയാണ് ശ്യാമ. കളിക്കുമ്പോൾ നമുക്കങ്ങ് കൊതിയാവും. നമ്മൾ സ്റ്റേജിൽ അങ്ങനെ കളിക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു എനർജി
ശ്യാമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടതിൽ ഇവിടെ പെർഫോം ചെയ്യുന്നത്. രാജേഷ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ സ്കിറ്റ് പഠിക്കലും കാര്യങ്ങളും എൻ്റെ ഫേസിലൊരു ഇതുണ്ട്. നിങ്ങൾ മൂന്നുപേരും കൂടെ ചേരുന്ന എല്ലാ സീക്വൻസിലും ആ കൗണ്ടറുകളെല്ലാം നല്ല രസമുണ്ട്. അതുപോലെ എസ്ഐയുടെ ഞാൻ കോമാളിയല്ലെന്ന് പറഞ്ഞിട്ട് 2 സ്റ്റെപ്പ് കാണിക്കുന്നില്ലേ, അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. അതിൽ ഏറ്റവും രസമായിട്ട് ബിജു നടന്നു വരുന്ന ഫസ്റ്റ് ഒരു എൻട്രി ഉണ്ട്. ഇതുപോലെ ഇതിനപ്പുറത്ത് ഒരാളില്ല നമുക്ക്. ഇത്ര പെർഫെക്ഷനായിട്ട് മൂവ്മെന്റ് വരുന്നതിലൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഓൾറെഡി സ്പെഷ്യലാ പുള്ളി. ആ നടന്ന് സ്റ്റെപ്പ് ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ആ എൻട്രി തൊട്ട് ഇവിടം വരെ ചിരിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ നിങ്ങൾ ആ കോമ്പിനേഷൻ വരാൻ വേണ്ടി നമ്മൾ കൊതിക്കും. മൂന്നുപേരും കൂടെ കളിക്കുന്നൊരു പ്ലേ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി എല്ലാവരും നല്ല രസമായിരുന്നു. ക്ലൈമാക്സ് ഈ പറയുന്ന പോലെ എല്ലാറ്റിലും നമുക്ക് ക്ലൈമാക്സിൽ എത്തിക്കാനാണ് പാട്. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓക്കെ ആയിരിക്കാം. പക്ഷേ ക്ലൈമാക്സിൽ എത്തുന്ന സമയത്ത് ചില സമയത്ത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ജാരസന്ധതിയാണെന്നുള്ളതല്ലേ, അതല്ലേ അർത്ഥം വയ്ക്കുന്നത്. അതൊരു ക്ലൈമാക്സ് എന്നുള്ള നമ്മൾ അതുവരെ എത്തിക്കുക എന്നുള്ളത്. അതുവരെ പെർഫെക്റ്റ് ആയിട്ട് 3 പേരും അസലായിട്ട് പ്ലേ ചെയ്തു, അസലായിട്ട് ഇത് ചെയ്തു. ഉഗ്ര സ്കിറ്റായിരുന്നു. നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിനുള്ള നല്ല റിസൾട്ട് തന്നെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. ഈ സ്കിറ്റ് എന്ന് പറയുന്നത് എൻ്റെ നോട്ടത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ കയറ്റം കയറി ഇറങ്ങിയ ഒരു സ്കിറ്റായത്. അതായത് ആദ്യത്തെ ഒരു പോർഷൻസ് നല്ല മൂത്ത് ഹൈ ആയിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഒന്ന് സ്ലോ ആയി. പിന്നെ വന്നപ്പോൾ ആ അച്ഛന് എൻ്റെ കുറേ ബന്ധുക്കളുടെ പേര് പറഞ്ഞപ്പോൾ അതിനുള്ള ആക്ഷൻ കൊച്ചു തൊട്ട് അറബി വരെയും വന്ന് നിന്ന് ആ പോർഷനായപ്പോൾ പിന്നെ കയറ്റം കയറി. പിന്നെ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ ഒരു ഇറങ്ങി. കാരണം ക്ലൈമാക്സ് അങ്ങോട്ട് കറക്റ്റായിട്ട് എനിക്ക് കത്തിയില്ലായിരുന്നു. ഞാനിവിടെ പ്രചോദനോട് ചോദിച്ചാൽ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ പറഞ്ഞു വന്നു. പക്ഷേ അത് ഓഡിയൻസിന് ചിലപ്പം കത്താൻ സാധ്യതയില്ല. ഇപ്പം അത് സാജു അത് വൃത്തിയാക്കി പറഞ്ഞിട്ടുണ്ട്, ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ്, ജാരസന്ധതി. ഇപ്പോൾ എനിക്കും കത്തി. അപ്പോൾ അങ്ങനെ കയറി ഇറങ്ങി വന്നൊരു സ്കിറ്റാണ്. പക്ഷേ അതിലുപരി ഈ ഒരു സാധനം ഇത്രയും വൃത്തിയായിട്ട് നിന്ന് ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ശ്യാമിൻ്റെ എനർജി മാത്രമാണ്. നിങ്ങളുടെ എല്ലാ സ്കിറ്റിൻ്റെയും ഒരു 60-70% കൊണ്ടുവന്ന് ശ്യാം തന്നെയാണ്. കാര്യം ബാക്കിയുള്ളവർ ചുമ്മാ നിൽക്കുകയാണെന്നല്ല, പക്ഷേ ആ ലെവലിൽ നിന്ന് കളിച്ചെങ്കിലേ ആ സ്കിറ്റ് കയറുകയുള്ളൂ. അതിൻ്റെ അകത്ത് വലിയ കഴമ്പുള്ള സാധനങ്ങളൊന്നും ആയിരിക്കുകയില്ല. എങ്കിൽ പോലും നമ്മളുടെ ഒരു കളിയുടെ ഒരു പവർ ഉണ്ടല്ലോ, ആ പവറിൽ അത് ആ സാധനം അങ്ങ് ക്ലിക്കായി നിൽക്കും. കാര്യം ആരും ബോറടിക്കുകയില്ല. ഒരുപാട് ചിരിക്കാനില്ലെങ്കിൽ എന്തേലും കാണിച്ച് ഇതേലും കാണിച്ച് അവിടെ പിടിച്ച് നിൽക്കും എന്നുള്ളതാണ്. രാജേഷ് കുടുംബത്തെ കുറിച്ച് പറയുന്ന സമയത്തേ ശ്യാമങ്ങ് കമലഹാസനായിപ്പോയി പല അതാ പറഞ്ഞ ആ അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ വന്നപ്പോൾ അതായത് കയറി ഇറങ്ങി ഇന്നൊരു സ്കിറ്റാണ്. മൊത്തത്തിൽ നല്ല രസമായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്ന ക്ലൈമാക്സിൽ ഒരു പഞ്ചിലാക്കി എടുക്കാമായിരുന്നു. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് നമുക്ക് പ്രചോദനത്തിലേക്ക് പോകാൻ ചേട്ടാ. ശ്യാമേ, രാജേഷ്, ബിജു അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസം, നല്ല എനർജി ഉള്ള സ്കിറ്റായിരുന്നു. പക്ഷേ എനിക്ക് ഈ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു. ഈ ക്ലൈമാക്സ് ഏക്കാതെ ഒരു റീസൺ ഞാൻ പറയട്ടെ. ഈ രാജേഷ് ഇച്ചിരി ആത്മാർത്ഥത കാണിച്ചു. ചുമച്ചപ്പോഴും നെഞ്ചുവേനെ കൊണ്ട് ചുമച്ചപ്പോൾ ഈ ശ്രദ്ധ മുഴുവൻ രാജേഷിലേക്കായി പോയി. കാര്യം ഇത് സീരിയസ് ആയിട്ടൊന്ന് രാജേഷിൻ്റെ ഒരവസ്ഥ കണ്ടപ്പോൾ നമ്മൾ ഇത് റിയൽ പരിപാടി പോലെ ഭയങ്കര എനിക്ക് പിള്ളേരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേ നമ്മളതിലേക്ക് വീണു. അത് കഴിഞ്ഞ് വന്നാണ് ആ ക്ലൈമാക്സ് പറഞ്ഞപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു അപ്പം രാജേഷിലേക്ക് മൊത്തം ശ്രദ്ധയായിപ്പോയി. മറ്റേ MLA മറന്നുപോയി അല്ലേ? കാര്യം ജാരസന്ധതയാണെന്നുള്ളൊരു സാധനം നമുക്ക് രജിസ്റ്ററായി. പക്ഷെ പ്ലേ എന്ന് പറയുന്നത് എൻ്റെ ബിജു ഒരു രക്ഷയില്ല. നിങ്ങളൊരു നിങ്ങളുടെ ഷാജു പറഞ്ഞ പോലെ അവിടെ തൊട്ട് നടപ്പും ആ ഒരു ആക്ടിവിറ്റീസ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു ബസ് സ്റ്റാൻഡ് ഫീൽ അറിയാതെ ജഡ്ജാണെന്നുള്ള കാര്യമൊക്കെ മറന്നിട്ട് അല്ലൊരു ഭയങ്കര ഒരു വേറൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഒരു നോട്ടവും പിന്നെ ശ്യാം എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരെ ലുക്ക് വരുള്ളൂ. അപ്പോൾ ശ്യാമിന് മറ്റേ കത്തി പല വേഷത്തിലും വരും. പിന്നെ ഞാൻ ആദ്യം ചിരിച്ചു പോയത് മറ്റേ ഒരു ഫോൺ കോൾ വന്നില്ലേ, മറ്റേ ഡിഷ്മിഷ് ഷഷ്പഷ, അതൊക്കെ നല്ല രസമുണ്ട്. നല്ല കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിട്ട് വന്നു. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് നസർക്ക് പറഞ്ഞ കുറച്ച് കയറ്റിയിറക്കം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പിന്നെ ആ മറ്റേ കൊച്ചുങ്ങളുടെ ബന്ധുക്കളുടെ കഥ പറയുമ്പോൾ ശ്യാമിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു, ഒരു ഉഗ്രം പെർഫോമൻസ്. അതിനൊക്കെ കയ്യടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവ് തന്നെയാണ്. ആ പ്ലേക്ക് ഒരു ഉഗ്രം ഗൈഡ് തരാം. നല്ല പ്ലേ, നല്ല രസമുണ്ടായിരുന്നു ആ പ്ലേ കേട്ടോ. നല്ല എനർജി ആയിരുന്നു, നല്ല സ്പീഡായിരുന്നു, നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ്, അടിപൊളി. ഓക്കെ, അപ്പൊ ഗംഭീര കമന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ മാർക്സും പ്രതീക്ഷിച്ചുകൊണ്ട് ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ഷാജു ചേട്ടൻ. 17,000. ഇക്ക? ഞാൻ 16,000 രൂപ. അപ്പൊ 16ഉം 17ഉം 33,000 ആയിട്ടുണ്ട്. ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രചോദനായിട്ടാണ് ചേട്ടാ. യെസ്, പിടിച്ചു ലോഡ്ജിലൊക്കെ പോകട്ടല്ലേ. 65,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. രാജപാളയം ഇനി അടുത്ത ഉണ്ടല്ലോ, ദിവസങ്ങളുണ്ടല്ലോ റിട്ടയർ ആവാനായിട്ട്. അങ്ങനെ കോമളി കളിക്കത്തില്ല. അപ്പൊ ശരി ചേട്ടാ, താങ്ക് യു.
ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം ടീം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് വരാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം സൈന്ദവ്, അനന്യ ആൻഡ് ദേവി ലക്ഷ്മി. കണ്ണിന്റെ കണ്ണായ കൺമണികളെ, നിങ്ങളുടെ കണ്ണ് പരിശോധിക്കുന്നതിനായി മെമ്പർ കണ്ണ് നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണോ ഈ പറയുന്നേ? അതെ, ഇവിടെ നടക്കുന്നത് എന്താന്ന് നാട്ടുകാരൊക്കെ ഒന്ന് അറിയണ്ടേ? അതെന്തിന്? അറിഞ്ഞില്ലെങ്കിൽ ഇവരെ എന്നെ വല്ലതും വിളിച്ച് പറയും. എടോ, താൻ മെമ്പറായിട്ട് 9 വർഷമായി, ആദ്യമായിട്ടല്ലേ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നേ? ഇതൊക്കെ ഇച്ചിരി നേരത്തെ നടത്തണ്ടായോ? നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇവര് കാണത്തില്ലേ? അപ്പൊ ഇപ്പൊ നടത്തിയതാ? ഇപ്പൊ വരണ എതിർകക്ഷിയല്ലേ, അപ്പൊ അവന്മാർ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ജനങ്ങളൊന്ന് കാണണം. പിന്നെ എല്ലാവർക്കും അറിയാം ഞാനാണ് ഈ വാർഡിനെ വാർഡാക്കിയതെന്ന്. പേവാർഡായിരിക്കും. താൻ എന്തേലും ചെയ്തിട്ടുണ്ടോ? ആ പാവങ്ങളെ സഹായിച്ചോ? അവർക്ക് വീട് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോന്നോ? നമ്മുടെ അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്ന സുധാകരൻ, അവൻ 5 ലക്ഷം രൂപയായിരുന്നു കടം. ഞാൻ ഇടപെട്ടു. അവന്റെ വീട് സ്ഥലവും 30 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു. അങ്ങനെ അവനിപ്പോ കടമെല്ലാം വീട്ടി സുഖമായിട്ട് വാടക വീട്ടിൽ താമസിക്കുക. ഇപ്പോഴും അവന്റെ അക്കൗണ്ടിൽ 20 ലക്ഷം രൂപ കിടപ്പുണ്ട്. അങ്ങനെ എത്രയോ കടം കയറിയ ആൾക്കാരുടെ വീട് ഞാൻ കൊടുത്തിരിക്കുന്നു. മെമ്പറേ, വീട്ടിന്റെ കച്ചവടം നടത്തിയ കാര്യമല്ല ഞാൻ ചോദിച്ചേ, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തോന്നാ ചോദിച്ചേ. തനിക്ക് അൽഫാം ബുദ്ധിയുണ്ടോ? അൽഫാം ബുദ്ധിയല്ലല്ലോ, അൽഫാം മന്തിയല്ലേ? അൽഫാം ബുദ്ധിയല്ല, അൽഫാം ബുദ്ധിയുണ്ടോ? വിവരമുണ്ടോ? ബോധമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തതിനാൽ മാസം കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, പിന്നെ വീടിന്റെ സ്ഥലത്തിന്റെ കരം, ഇതൊക്കെ പാവങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ലാസ്റ്റ് അവർ ഈ കടമൊക്കെ അടയ്ക്കാൻ വേണ്ടി ഈ വീട് സ്ഥലമൊക്കെ വിറ്റ് വല്ല പുറമ്പോക്കിലും പോയി കിടക്കേണ്ടി വരില്ലേ? അതിലും ഭേദം അവരിപ്പോഴേ വല്ല പുറമ്പോക്കിലും പോയി കിടക്കുന്നതാ. വെറുതെ എന്തിനാണ് പാവങ്ങളെ കിടക്കണിയിലാക്കുന്നത്? നല്ല ബെസ്റ്റ് മെമ്പർ. ഡോക്ടർ, എന്റെ ഈ 2 കണ്ണിനൊരു കടിയുണ്ട്, അത് നോക്കി തരണം. തന്റെ വീടിനടുത്ത് ആരാ താമസിക്കുന്നത്? തൊട്ടടുത്തെന്ന് പറയുമ്പം ഗൾഫ് ജോലിയുള്ള ഒരു രാജേന്ദ്രൻ. ഇവനാണ് 3 കാറുണ്ട്, 2 ബൈക്കുണ്ട്, 2 വീടുണ്ട്. ഈ അടുത്തവൻ ജംഗ്ഷനിൽ 30 ഏക്കർ സ്ഥലം വാങ്ങി. അപ്പൊ ഇത് കണ്ണിന് കടിയല്ല, കണ്ണിക്കടി. താനൊരു മെമ്പറല്ലേ, എന്തിനാ രാജേന്ദ്രന്റെ വീട്ടിലേക്ക് നോയിക്കൊണ്ടിരിക്കുന്നേ? ഈ വാർഡിലെ കാര്യങ്ങൾ നോക്കണോ? ഞാൻ എന്താണ് വാർഡിലെ കാര്യങ്ങൾ ചെയ്യാത്തത്? എന്റെ ചേച്ചി, അഴുക്കായി കിടന്ന കുളങ്ങളെല്ലാം ഞാൻ വൃത്തിയാക്കിയില്ലേ? പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന റോഡുകളെല്ലാം ശരിയാക്കിയില്ലേ? മെമ്പറേ, തന്റെ കണ്ണ് എത്രയും വേഗം പരിശോധിക്കണം. നമ്മളാരും ഇത് കണ്ടില്ല. ആ റോഡ് ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അപ്പൊ എന്റെ കണ്ണിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്നാ ഇവിടെ ഇരുന്നാട്ടെ, ഇവിടെ ഇരുന്നാട്ടെ. അല്ല, ഇരുന്നാട്ടാൻ പറഞ്ഞു. വലത്തോട്ട് ഇല്ല, ഇടത്തോട്ട് ഇല്ല. അതെന്താ? ഞാൻ ഈ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത്. ഇടത്തോട്ടും ഇല്ല, വലത്തോട്ടും ഇല്ല. അതല്ല, വലത്തോട്ട് കണ്ണ് നോക്കാൻ. വലത്തോട്ട് നോക്കിയേ? ഇല്ല. ഇടത്തോട്ട് നോക്കിയേ? ഇല്ല. അതെന്താടോ? എനിക്ക് ഈ ഡോക്ടറിന്റെ കണ്ണ് നോക്കിയിരിക്കാനാ ഇഷ്ടം. ഡോക്ടർക്ക് ഒരു കാര്യം അറിയാവോ? എന്റെ ചെറുപ്പത്തിലെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു കണ്ണ് ഡോക്ടറിനെ കല്യാണം കഴിക്കണമെന്ന്. എന്നിട്ട് 21 വയസ്സായാലേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞു. അതറിഞ്ഞിട്ട് ഇന്ന് 23 വർഷമായി. ഇന്നേ വരെ എനിക്കൊരു പെണ്ണിനെ കിട്ടിയിട്ടില്ല. എന്നാലും എന്താ, എന്റെ കാത്തിരിപ്പിനൊരു ഫലം ഉണ്ടായില്ലേ? എനിക്കൊരു കണ്ണ് ഡോക്ടറിനെ കിട്ടിയില്ലേ? നമ്പറാണ് നോട്ടീസിന്റെ ഫസ്റ്റ് പേജിൽ കിടപ്പുണ്ട്. അതല്ല, തന്റെ നമ്പർ തന്നെ കൈ വെച്ചാൽ മതി കേട്ടോ. ഒന്നറിയില്ലേ? വെറുതെ അതെ, എന്റെ ഈ ഒരു കണ്ണ് വയ്യ. അപ്പൊ മറ്റേ കണ്ണ് എക്സാണോ? കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ഡോക്ടർ. ആ ഡോക്ടറിന്റെ വായിന്ന് കണ്ണിച്ചോരയില്ലാത്ത വർത്താനമാണല്ലോ ദൈവമേ വരുന്നത്. അതല്ല, എനിക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾക്ക് കാഴ്ചപ്പാടും ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ കാഴ്ചപ്പാടല്ല, എനിക്ക് കാഴ്ചപ്പാടാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതെ, നമുക്ക് ആദ്യം മരുന്നൊഴിച്ച് പരിശോധിക്കാം. അടുത്തുള്ളതെല്ലാം കാണാമോ? ഇല്ല. അകലെയുള്ളതോ? അടുത്തുള്ളത് കാണാൻ പറ്റുന്നില്ല, പിന്നെ അകലെ ഉള്ളത്. സത്യം പറ, താൻ ഡോക്ടർ തന്നെയാണോ? അത് MBBS ഓൺലൈനിൽ കൂടെ മേടിച്ചതാണ്. ആരാണവൻ? മെമ്പറാ. ആ തമ്പ്രാനപ്പോ വന്നു. കണ്ണം മെമ്പറാ. അപ്പൊ എന്റെ കണക്കു കൂട്ടലുകളൊന്നും തെറ്റിയില്ല.
4 4 8, 8 8 16, 16 16 32, 32 32 എത്ര മെമ്പർ പറ? അത് കൊള്ളാം. എളുപ്പമുള്ളതെല്ലാം താൻ പറഞ്ഞിട്ട് പാടുള്ളത് എനിക്കായിരുന്നു. താൻ പാടുപെടുവടോ. എടോ താനല്ലേടോ കണിമംഗലത്തെ പഞ്ചായത്ത് വളം വൃത്തിയാക്കുന്നവർക്ക് മന്തി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചത്. എടോ ആദ്യം ആ കുട്ടികൾക്ക് മന്തി വാങ്ങിച്ചു കൊടുക്കടോ. എന്റെ പൊന്നപ്പ അത് അങ്ങനല്ല. പിന്നെ എങ്ങനെയാണ് നീ എന്നെ അപ്പ എന്ന് മേലി വിളിക്കാൻ പാടില്ല? അതെന്താ? നാട്ടുകാർ വിചാരിക്കും ഞാൻ നിന്റെ മോനാണ്. അല്ലെ സോറി, നീ എന്റെ മോനാണെന്ന്. അത് ഒരിക്കലും വിചാരിക്കില്ല. അതെന്താ? കാരണം എന്റെ കൈ എപ്പോഴും നിങ്ങളുടെ കൈ ഇങ്ങനല്ലേ, നാരങ്ങ പിഴിഞ്ഞോണ്ടിരിക്കല്ലേ 24 മണിക്കൂർ ഇങ്ങനെ കാണിച്ചോളൂ. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. എന്റെ ചേച്ചി അത് 5-6 വർഷമായിട്ട് വൃത്തിയാക്കാത്ത കുളമാണ്. അതിൽ അഴുക്ക് വെള്ളം ഉണ്ട്. അത് ഇറങ്ങുമ്പോ ചൊറി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാന്തി തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മന്തി മേടിച്ച് തരാമെന്നല്ല. വാക്കുകളിലെ തീക്ഷണത, രാജകീയ ഭാവം, തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ, കേരനിരകളുടെ മണ്ണിൽ നിന്നും ഭാഗ്യദേവത നിങ്ങളെ മാടി മാടി വിളിക്കുന്നു. നാളെയാണ് 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 നാളെയാണ്. എന്താണോ ഈ പറയുന്നത്? അത് പിന്നെ എനിക്ക് ലോട്ടറി കച്ചവടമാ ജോലി. പിന്നെ ഒരു കണ്ണ് കാണാൻ പാടില്ലാത്ത ഞാൻ വേറെ എന്ത് പണിക്ക് പോണം? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് തനിക്ക് വാച്ച് ശരിയാക്കാൻ പൊക്കൂടെ? അതാകുമ്പോ ഒരു ലെൻസ് വെച്ച് ഇങ്ങനെ നോക്കിയാ പോരെ. ഒരു കണ്ണ് അടച്ചു പിടിക്കേണ്ട ആവശ്യമില്ല. വെറുതെ നിൽക്കണ ഡോക്ടർ. ചിരിക്കും ഡോക്ടറെ. എങ്ങനെ ചിരിക്കണം? സോറി, ഒരു അബദ്ധം പറ്റിയതാ. തനിക്കല്ല അബദ്ധം പറ്റിയത്. തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നാട്ടുകാർക്കാണ് അബദ്ധം പറ്റിയത്. അത് മാറിയിക്കണോ? എടോ ശരിക്കും പറ, തന്റെ കണ്ണിന് എന്താ പറ്റിയേ? ഞാൻ മണപ്പുറത്ത് പോയി പൂഴിമണ്ണെടുത്ത് പ്രതിജ്ഞ ചെയ്യാൻ നിന്നപ്പം ഈ നിൽക്കുന്ന മെമ്പറിന്റെ കൂട്ടുകാരും കൂടെ ക്രിക്കറ്റ് ബോൾ അടിച്ചെന്റെ കണ്ണി കൊള്ളിച്ചു. അങ്ങനെയാണ് എന്റെ കണ്ണിങ്ങനെ ആയിപ്പോയത്. എത്രയും പെട്ടെന്ന് എന്റെ കണ്ണ് ശരിയാക്കണം. അതിനാണ് 450 രൂപ മുടക്കി ഞാൻ ഇവിടെ വന്നത്. 450? ഇങ്ങോട്ട് വരാൻ ബസ് ടിക്കറ്റിന് 30 രൂപ. അതെനിക്കറിയാം. ബസ്സിലെ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ മാസ് ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു. 16 കൊല്ലം. ഇത് കേട്ടതും കൊല്ലത്തോട്ടുള്ള 16 ടിക്കറ്റ് അടിച്ചിങ്ങ് തന്നു. രാവിലെ തന്നെ 450 രൂപ ഒരു പ്രയോജനമില്ലാതെ പോയി. കാണണം, എനിക്ക് കാണണം. എന്താന്ന്? കണിമംഗലത്തിന്റെ നാശം. അതെ, ഞാൻ മെമ്പറായിട്ട് ഈ വാർഡിൽ ഇരിക്കുന്നവരെ അത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ മെമ്പറായിട്ട് എന്ത് ഗുണമുണ്ടായി? എന്ത് ഗുണമുണ്ടായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പഞ്ചായത്ത് ജയിക്കുമ്പോൾ 8 വാർഡ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ 8 വാർഡിൽ നിന്ന് 12 വാർഡിലേക്ക് മാറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞ തമ്മി തല്ലിച്ച 4 വഴിക്കാക്കി. എടോ, എനിക്ക് പോഷാര കുറവുണ്ടെന്ന് പറഞ്ഞപ്പോ താൻ എന്ത് ചെയ്തു? ഞാൻ പഞ്ചായത്തിൽ നിന്ന് ഒരു ആടിനെ തന്നായിരുന്നല്ലോ. ഒരു ദിവസം മട്ടൻ കഴിച്ചാൽ എന്താവും? ദൈവമേ, ആട്ടുംപാൽ കുടിക്കാൻ തന്നുവിട്ട് ആടിനെ കൊന്നതിന്നോളോ കിളവാ. എത്രയും പെട്ടെന്ന് എന്റെ കണ്ണ് ശരിയാക്കി തരണം. കണിമംഗലത്തിന്റെ നാശം അതെനിക്ക് കാണണം. അല്ല, ഞാൻ വന്നപ്പോ തൊട്ട് നോക്കുക. ഈ കൈ വെച്ച് എന്തെങ്കിലും കാണിച്ചോണ്ടിരിക്കുന്നേ? അത് ഞാൻ എന്റെ കണ്ണ് സംരക്ഷിക്കുന്നതാണ്. ഇങ്ങനെ കാണിച്ചോട്ട് എങ്ങനെയാ കണ്ണ് സംരക്ഷിക്കുന്നേ? ഇങ്ങനെ കാണിച്ചില്ലേ എന്റെ BP കൂടും. BP കൂടിയാ എനിക്ക് ദേഷ്യം വരും. ഞാൻ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. അത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്ക് ദേഷ്യം വരും. എന്റെ ഉള്ള കണ്ണും കൂടെ അടിച്ചു. അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്റെ BP കുറഞ്ഞു തന്നെ ഇരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ കണ്ണ് നോക്കിത്തോ. നോക്കാം അവിടെ ഇരിക്കും. അതെ, അതിൽ എഴുതിയിരിക്കുന്നൊന്ന് വായിക്കാവോ? ഇല്ല. അതെന്താ? ഞാൻ എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങളുടെ ഒരു ട്രസ്റ്റ് ഉണ്ട്. കേട്ടിട്ടില്ലേ? അപ്പനും സഹോദരിയും ഞാനും. അല്ല, ഇത് വായിക്കണം അതുമായിട്ട് എന്താ ബന്ധം? ഞങ്ങൾ എന്തും ട്രസ്റ്റിൽ തീരുമാനിച്ചിട്ടേ ചെയ്യാറുള്ളൂ. മനസ്സിലായില്ല. മനസ്സിലായില്ല? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ എന്നും തീരുമാനിച്ചിട്ടേ ചെയ്യാറുണ്ടെന്ന്. പണ്ട് തന്നെ തീരുമാനിച്ചതാണ്. സ്കൂളിൽ പോവാറില്ല. എത്രയും പെട്ടെന്ന് എന്റെ കണ്ണ് ശരിയാക്കിത്തോ. ശരിയാക്കി തരാം, നടങ്ങ്. അതെ, കണ്ണ് മാറ്റി വെക്കണം കേട്ടോ. മാറ്റി വെക്കുകയാണെങ്കിൽ എന്റെ വിരൽ തുമ്പത്തേക്ക് ഒന്ന് മാറ്റി തരുമോ? അതെന്തിന്? അതാകുമ്പോ കണിമംഗലത്തെ ചുറ്റുമതിന്റെ മുകളിൽ കൈ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണിമംഗലത്തെ നാശം എനിക്ക് കാണാം. അതെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ കണിമംഗലത്തിന് നാശം കാണാൻ നടക്കുന്നത്? അതൊരു വലിയ കഥയാണ്. ഞാൻ പറഞ്ഞു തരാം. പണ്ട് എന്റെ അപ്പം പണിക്ക് പോവില്ല, പക്ഷെ കണിമംഗലത്തെ അപ്പം പണിക്ക് പോവും. അങ്ങനെ കണിമംഗലത്ത് TV, റേഡിയോ, സ്കൂട്ടർ, ബൈക്ക് എല്ലാം വന്നു. എന്റെ വീട്ടിൽ അതൊന്നുമില്ല. എന്റെ വീട്ടിൽ അടുക്കള പോകുന്നില്ലെങ്കിലും കണിമംഗലത്ത് അടുക്കള പോകുകയും. അങ്ങനെ ഇതൊക്കെ കണ്ടു വളർന്ന ഞാൻ അന്നൊരു പ്രതിജ്ഞ എടുത്തു. കണിമംഗലത്തിന്റെ നാശം അതെനിക്ക് കാണണം. ശരിയാക്കി തരാം. നീ എന്നെ കളിയാക്കുന്നു. കളിയാക്കിയതല്ല, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് BP കൂടുന്നു. അതുകൊണ്ട് ഞാനൊന്ന് കൺട്രോൾ ചെയ്തതാ. ഓക്കെ, അതെ അതെ, ശരിയാക്കണമെങ്കിൽ അത് ഓപ്പറേഷൻ വേണമല്ലോ. ഓപ്പറേഷൻ വേണം. കണിമംഗലത്തിന്റെ നാശം കാണാൻ ഓപ്പറേഷൻ എങ്കിൽ ഓപ്പറേഷൻ, കോർപ്പറേഷൻ എങ്കിൽ കോർപ്പറേഷൻ. ഒരാവേശത്തിന് പറഞ്ഞു പോയതാ. ആദ്യം തന്നെ ഇവിടെ സൈൻ ചെയ്യണം. എന്തിനാ പേപ്പർ? എവിടെ?
എവിടെ ഇവിടെ കാണുന്നില്ല. വെള്ള പേപ്പർ പോലും കാണാൻ പറ്റാത്ത ആളാണ് കണിമംഗലത്തിന്റെ നാശം കാണാൻ പോണത്. ഇങ്ങോട്ടൊന്നിട്ട് പൊക്കോ. അങ്ങനെയൊന്നും ഞാൻ പോകത്തില്ല. എന്നാ ഓപ്പറേഷൻ അത് പറ. അയ്യോ ഇനി ഓപ്പറേഷൻ ഒന്നും ഇല്ല. അതായത് താനിപ്പോ ഒപ്പിട്ട ഈ പേപ്പർ എന്താണെന്ന് അറിയാവോ? ഇല്ല. കണിമംഗലം കോവിലകൻ ജഗന്നാഥൻ തമ്പുരാന് ഇഷ്ടദാനം ചെയ്തു എന്നുള്ള പേപ്പറിലാണ് താനിപ്പോ ഒപ്പിട്ടത്. അതിനുവേണ്ടി ജഗന്നാഥൻ ഞങ്ങളുടെ 6ാം തമ്പുരാൻ നടത്തിയ ഒരു നാടകമാണ് ഈ നേത്ര പരിശോധന ക്യാമ്പ്. ഇനി എന്തായാലും കണിമംഗലത്തിന് നാശം കാണാൻ പറ്റില്ല. പിന്നെ നാട്ടുകാര് തന്റെ നാശം കാണും. എനിക്ക് നാശം കാണണം. ആരുടെ? നിന്റെ. ടീം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് കുളപ്പുള്ളിയപ്പ സ്കിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ കാര്യക്കാരിലേക്ക് പോകാം. അവർക്ക് എന്താണ് തോന്നിയതെന്ന് അറിയാം. സ്റ്റാർട്ടിംഗ് വിശാൽ ചേട്ടൻ. അസലായിരുന്നു മക്കളെ, നന്നായിട്ട് പെർഫോം ചെയ്തു. മാത്രമല്ല രാഷ്ട്രീയത്തിൻ്റെ കുറേ കാര്യങ്ങൾ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ചൂടുപിടിക്കുന്ന ഈ സമയത്ത് ഉറപ്പായിട്ടും ആ സ്കിറ്റിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു. ആ ഒരു മെമ്പറിൻ്റെ കുറേ പെർഫോമൻസ് ഫസ്റ്റ് തന്നെ. പിന്നെ കുളപ്പുള്ളിയപ്പനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു കളമായി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് നല്ല രസമുള്ള കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന വീട്ടുകാരോടുള്ള അസൂയ എങ്ങനെയാണ് എന്ന് വെച്ചാൽ നേരിട്ട് കണ്ടില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു വിരലെങ്കിലും കണ്ടു വെച്ചെന്ന് കഴിഞ്ഞാൽ കാണാമെന്ന് പറയുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. മാത്രമല്ല 3 പേര് നല്ല എനർജി ലെവലിലാണ് പെർഫോം ചെയ്തത്. എത്രയോ സമയം ഈ കൈ ഇങ്ങനെ കാണിച്ച് കൈ കടച്ചില്ലല്ലേ ഇപ്പോൾ? ഇപ്പൊ BP മുഴുവൻ കുറഞ്ഞിട്ടുണ്ടാവും മാക്സിമം. അസലായിരുന്നു മക്കളെ, ഗംഭീര നല്ല പെർഫോമൻസ്. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ. മക്കളെ നിങ്ങൾ പൊളിച്ചടിക്കുക കേട്ടോ, നല്ല രസമായിരുന്നു. 3 പേരും നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. പിന്നെ എന്താ പറയുക, നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. നമ്മളൊരു എൻ്റർടൈൻ ചെയ്യാന്ന് പറയുന്നൊരു സാധനം അത് നിങ്ങൾ ഏറ്റെടുത്തിട്ട് നന്നായിട്ട് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് വർക്കിന് ഒരു ഉഗ്രം കൈഡി ആദ്യം തരിക കേട്ടോ. നല്ല രസമായിട്ട് കുറേ കൗണ്ടറുകൾ. അത് നമ്മൾ ചിരിച്ചു പോയത് 16 കൊല്ലം ടിക്കറ്റ്, അതായത് 16 കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ 16 കൊല്ലത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് നല്ല കൗണ്ടറായിരുന്നു. പിന്നെ സൈന്ദനെ ഇരുത്തിക്കൊണ്ട് അനന്യ നോക്കുമ്പോൾ ഇടതാണോ വലതാണോ ഇല്ല, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച അത് നല്ല കൗണ്ടറായിരുന്നു. പിന്നെ അതുപോലെ ദേവിയുടെ പെർഫോമൻസ് നല്ല രസമായിരുന്നു. കാര്യം ആ ക്യാരക്ടർ തുടക്കം മുതൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പിടിച്ചു. പിന്നെ അതിനകത്തെല്ലാം കൗണ്ടറാണ്. എന്തിനാ കൈ ഞങ്ങൾക്ക് വെക്കുന്നത്, ഞാനത് എക്സസൈസ് എൻ്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്, അതിൻ്റെ ഒരു റീസൺ പറയുന്നത് അത് വേറെ. അപ്പോൾ ഇതെല്ലാം നല്ല രസമായിട്ട് പ്ലേസ് ചെയ്ത് 3 പേരും ഒന്നും മറക്കാതെ പെർഫോം ചെയ്യുന്നുള്ളതാണ് കേട്ടോ. അടിപൊളി 3 പേര് സൂപ്പർ. അനന്യ ഒരു റിയാക്ഷൻ ഭയങ്കര രസമായിരുന്നു. കണ്ണുകടിയല്ല, കണ്ണിക്കടി. അതെ, അതൊക്കെ നല്ല കൗണ്ടറുകളായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. നെക്സ്റ്റ് ഇക്ക. മക്കളെ നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇത് വലിയ ആൾക്കാർ ചെയ്യേണ്ട ഒരു സ്ക്രിപ്റ്റാണ്. അത് അതിലും മനോഹരമായിട്ട് നിങ്ങൾ 3 പൊടിക്കുഞ്ഞുങ്ങൾ അത് വൃത്തിയായിട്ട് ചെയ്തു. നല്ല സ്ക്രിപ്റ്റ്, നല്ല കൗണ്ടറുകൾ, ഇഷ്ടം പോലെ കൗണ്ടർ, ചിരിക്കാനുള്ള ഇഷ്ടം പോലെ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് വലിയവർ ചെയ്യുന്നതായിട്ടൊന്ന് ഉപമിച്ച് നോക്കിയപ്പോൾ അതിലും മേളിലാണ് നിങ്ങൾ കളിക്കുന്നത്. കാര്യം ഈ കുഞ്ഞു വായിൽ നിന്ന് വലിയ വർത്തമാനങ്ങൾ വരിക എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ ആ കൗണ്ടറുകൾ നിങ്ങൾ അടിച്ചിട്ടും നമ്മൾ ഏൽക്കുന്നുണ്ട്. ആ സാധനം അതേപോലെ വിൽക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. അതേപോലെ ദേവിക്ക് നല്ല ചേർച്ചയുണ്ട് ഈ ആ ഫിഗർ കേട്ടോ, നല്ല രസമുണ്ട്. കാര്യം എനിക്ക് ആദ്യം ദേവിയാന്ന് മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഡയലോഗ് പ്രസന്റേഷൻ തുടങ്ങിയപ്പോഴാണ് ദേവിയാന്നുള്ള മനസ്സിലായത്. നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും ആ ഉള്ളത് വൃത്തിയാക്കി ചെയ്തു. പിന്നെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ എന്തോ ഒരു ചെറിയ ഒരു പൊടിക്ക് എന്തോ ഒരു നിങ്ങളുടെ ആ കളിച്ച് വന്നതിൻ്റെ ടെമ്പോ കുറഞ്ഞു പോയതും പിന്നെ ഒരു ഇടിച്ചു നിർത്തുന്ന രീതിയിലല്ലാത്ത ഒരു ക്ലൈമാക്സ് പോലെ എനിക്ക് ഫീൽ ചെയ്തതാണ്. ചിലപ്പോൾ അതെൻ്റെ തോന്നലായിരിക്കാം. പക്ഷേ എങ്കിലും അതിന് മുമ്പുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് ചിരിക്കാനുള്ള ഭാഗങ്ങളായിരുന്നു. വെരി ഗുഡ്, അടിപൊളി, നന്നായിരുന്നു. സൂപ്പർ. അപ്പോൾ മക്കളെ നല്ല കമൻസ് ആണ് കേട്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ തുകയും അതുപോലെ തന്നെ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ഇക്ക. ഞാൻ ഒരു 14,000 രൂപ കൊടുക്കാം. 14,000 ഷാജി ചേട്ടാ. ഞാനൊരു 14,000. ഓക്കെ, 14 28,000 രൂപയായിട്ടുണ്ട്. ഇപ്പോൾ ഇനി പ്രചോദനാണ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. ചേട്ടാ പ്ലീസ്. മീനാക്ഷി എന്തായാലും കണ്ണിന് ഓപ്പറേഷൻ ഒക്കെ ചെയ്യാം. അതെ. പുള്ളിക്ക് കണിമംഗലത്തിന്റെ നാശവും പിടിച്ചോതാ. അടിപൊളി. 60,000 രൂപയാണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ടീം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. അടിപൊളിയാടാ സൈന്ധവ, സുഖല്ലേ? അത് മീനാക്ഷി എന്തോ അവര് 3 പേരും ഇന്ന് വളരെ ഹാപ്പിയാണ് അല്ലേ? കാര്യം കുറച്ച് കാലത്തിന് ശേഷമാണ് അവർക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നത് അല്ലേ? സൈന്ധവേ, അനന്യ, ദേവി ഹാപ്പിയാണോ? അപ്പൊ ഇതിന് മുമ്പേ മാർക്ക് കുറയുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് എഴുതി തരുന്ന സ്ക്രിപ്റ്റ് തരുന്ന ചേട്ടന്മാരോട് അങ്കിൾമാരോട് പറഞ്ഞതാ നല്ല സാധനം എഴുതി തരാൻ പറയാം.
അങ്ങനെ നിങ്ങൾ അവരോട് പോയി പറഞ്ഞായിരുന്നോ? ആ നിറയെ കൗണ്ടേഴ്സ് തരണം എന്നൊക്കെ അതിന്റെ പറയാറുണ്ടായിരുന്നു. അതിന്റെ തെളിവാണിത്. നല്ല സ്ക്രിപ്റ്റ്, നല്ല കൗണ്ടറുകള്. എന്താ അപ്പൊ മീശേനെ നമ്മൾ ഫിക്സ് ചെയ്തു ഇല്ല ഇല്ലേ? ഇത് ആലോചിക്കുന്നത് എന്നാണ് എനിക്ക് ശരിക്കും ഇനി മീശ വരുന്നത് അതെ, അതെ. അല്ലേ? ഇവനിപ്പോ ഓൾറെഡി 4-5 മീശ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. പുറത്ത് പരിപാടിക്ക് വിളിക്കുമ്പോൾ ഓരോ ഉദ്ഘാടനങ്ങളെ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ ആയിട്ട് വിളിക്കുമ്പോൾ ഒരെണ്ണം എടുത്ത് അന്നത്തെ ഫംഗ്ഷൻ ഏതാ അതിന് അനുയോജ്യമായ ഒരെണ്ണം ഒട്ടിക്കും. ഡ്രസ്സിനൊക്കെ അനുയോജ്യമായിട്ടല്ലേ? അല്ല നസർക്ക് അവൻ മീശ മാത്രമല്ല അനന്യ കോട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടോ? അല്ലേ വേഷം ചേരുന്നുണ്ടോ നന്നായിട്ട്? അനന്യ ഫ്യൂച്ചറിൽ ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ട്. എന്താണ് അനന്യയുടെ ആഗ്രഹം? ഒരു ഡാൻസർ ആവണം, ഒരു ഡോക്ടർ ആവണം ആണ് എന്റെ ഒരു ആഗ്രഹം. അത് നടക്കും. പിന്നെ അല്ല ഓൾറെഡി ഒരു ഡാൻസർ ആണല്ലോ, അടിപൊളി ഡാൻസർ ആണ് ആൾ ഓൾറെഡി. പിന്നെ ഡോക്ടർ ആവാനും കൂടെയാണ് നമുക്ക് ബാക്കിയുള്ളത്. ദേവിക്ക് പിന്നെ ഒറ്റ ആഗ്രഹമുള്ളൂ, കണിമംഗലത്തിന്റെ നാശം. സൈന്ധവിന് എന്താകാനാണ് ആഗ്രഹം? എനിക്ക് സിനിമ നടനാവുന്ന ആഗ്രഹമുണ്ട്. പിന്നെ ജോബ് നോക്കുവാണെങ്കിൽ പറഞ്ഞ പോലെ ഡോക്ടർ. എടാ സിനിമാ നടനായതൊരു ജോബല്ലേ? സൈഡ് ജോബ്. സൈഡായിട്ട് ഡോക്ടർ എന്ന് ഡോക്ടർ വേണ്ട, ഡോക്ടർ ഇവിടെ എടുത്ത് ഞാൻ പിന്നെ വേറെ കണ്ടു. സൈഡ് എന്താ നീ നോക്കുന്നത്? സൈഡ് ആർമി. ആർമി സൈഡ്. ദേവിക്കോ? ദേവി പറഞ്ഞില്ലല്ലോ. സിനിമാ നടി ആവണം. ദൈവം പറഞ്ഞ സൈഡിൽ കൂടെ IAS ആവണം. സൈഡിൽ കൂടെ അല്ലേ? എടാ ഈ ആർമി സൈഡ് ആക്കുന്നു പറയല്ലോ കേട്ടോ. ആർമി എന്ന് പറഞ്ഞ സൈഡ് അല്ല, അത് മെയിൻ ആണ്. മെയിൻ ആണ്. ആർമിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ സിനിമയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അതെ സത്യം. അല്ലെ മൊത്തം വെടിയും പുകയായിരിക്കും. അതെ അതെ. അല്ല അവിടെ പോയാൽ പിന്നെ സൈഡ് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ആ 3 കാര്യത്തിന് തീരുമാനമായി. IAS ആയി, ഡോക്ടറായി, ആർമിയായി. ഓക്കെ എല്ലാവർക്കും സിനിമ ആഗ്രഹമുണ്ട് താനും. ഇനി അതിനു വേണ്ടി നന്നായിട്ട് അങ്ങ് പഠിക്കുക. എക്സാക്ട്ലി. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും 60,000 രൂപയാണ് നിങ്ങൾ ഈ ഒരു റൗണ്ടിൽ നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ കാര്യക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ കാര്യമായി എടുത്ത് ഗ്രൂമേഴ്സിനോട് പറഞ്ഞ് നിങ്ങൾ സ്കിറ്റ് കളിച്ചതുകൊണ്ടാണ് ഇപ്പോൾ 60,000 എത്തിയിരിക്കുന്നത്. അടുത്തത് നമ്മളൊരു പഞ്ച് പ്രതീക്ഷിക്കട്ടെ. അപ്പൊ ആ പ്രതീക്ഷയോട് കൂടിയിട്ട് താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇനി സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. ഇന്ന് സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്യാനായിട്ട് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് ഇവിടെ വന്നെത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒരുപാട് സ്റ്റാർസിന്റെ സൗണ്ട് വളരെ പെർഫെക്ഷൻ ആയിട്ട് അനുകരിക്കും എന്നാണ് കേട്ടത്. അപ്പൊ കേൾക്കാനായിട്ട് അത് കാണാനായിട്ട് ഞാനും ത്രില്ഡ് ആണ്. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്താലോ? സോ ലെറ്റ്സ് വെൽക്കം സുവനീഷ് പട്ടാമ്പി. നമസ്കാരം സുവനീഷ് ചേട്ടാ. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. താങ്ക് യു. പേര് തന്നെ കേട്ടില്ലേ, സുവനീഷ്. സുവനേഷ് എന്താ ഈ പേരിന്റെ അർത്ഥം ചേട്ടാ? നല്ല രാജകുമാരൻ എന്നാണ്. ഓ നല്ല അർത്ഥം അല്ലേ? കൊള്ളാം. പ്രൊഫഷണൽ ആയിട്ട് പോകുന്ന ആർട്ടിസ്റ്റ് ആണോ? അതെ അതെ. അതാ ആ ഏരിയയിലാണോ കൂടുതൽ? മലബാർ സൈഡ് ആ ഏരിയയിലാണ് ആ ഒരു കൂടുതലും ചെയ്യുന്നത്. ഓഹോ. അപ്പൊ സുവനേഷ് എന്തായാലും നമുക്കൊന്ന് പൊളിക്കാം അല്ലേ മീനാക്ഷി? ഓക്കെ. പിന്നെ തീർച്ചയായിട്ടും. അപ്പം ആരെയാണ് നമുക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്? ആദ്യം അനുകരിക്കുന്നത് നാടകരംഗത്ത് നിന്നും മലയാളത്തിലേക്ക് എത്തിയ, നമ്മുടെ സിനിമയിലേക്ക് എത്തിയ ശിവജി ഗുരുവായൂർ സാറിന്റെ ശബ്ദമാണ് ആരോട് ചായ കുടിച്ചോ? അയാൾക്ക് കൊടുക്കാനുള്ള എന്താ കൊടുക്കുക? എന്തേ സന്തോഷമായിക്കോട്ടെ. കേട്ടവരുണ്ട്, നിങ്ങൾ തറവാടികളായിട്ട് ഒന്നും അങ്ങോട്ട് ചോദിക്കണ്ടായല്ലോ. പക്ഷേ അറിഞ്ഞങ്ങോട്ട് തരാന്നുള്ളത് കുഴമ്പുറം പാടത്ത് ഒരു 10 പറക്ക നിലുണ്ട്. ഇപ്പോൾ വലിയ വില ഒന്നും ഇല്ലെങ്കിലും ഭാവിയിൽ ആർക്ക് ക്ഷാമം ഉണ്ടാവണ കാലത്ത് പൊന്നും വില കിട്ടും. അത് രാഷ്ട്രീയ പരിക്കുന്ന പ്രമാണാക്കിയിട്ട്. പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ ഒരു FD ഉണ്ട്. 25,000 രൂപ തികച്ചും അതിലുണ്ട്. മുറ്റത്ത് കിടക്കുന്ന വണ്ടി 1984 വാങ്ങുമ്പോൾ പുതുപുത്തനായിരുന്നു. രാജശ്രീയെ ദുബായിക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി ഉണ്ടാവില്ല അല്ലേ? ഞാൻ ഈ പാലക്കാട് ജില്ല വിട്ട് എങ്ങിട്ട് പോയിട്ടില്ല. ഇനിയിപ്പോൾ നിർബന്ധമാച്ചെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടി അങ്ങോട്ടാ വരാം. എന്താ സന്തോഷമായില്ലേ? സൂപ്പർ. ആ സീൻ എടുത്ത് വെച്ച് മുമ്പിലോട്ട് തന്നു. ഓക്കെ, ഇനി അടുത്ത ഐറ്റം. അടുത്തത് അനുകരിക്കുന്നത് സുരേഷ് കൃഷ്ണ എന്നാണ് ശബ്ദമാണ്. അദ്ദേഹം നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ, ഐറ്റം വേറെ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നുള്ളതെന്ന് ചെയ്യാം. ലൈവായിട്ട് അദ്ദേഹത്തിന്റെ സംഭാഷണം. ഓക്കെ ഓക്കെ. ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചത്. കാരണം ഞാൻ കുറച്ച് മാസങ്ങൾ മുമ്പ് ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമഡിയുടെ
രാജാക്കന്മാരായിട്ടുള്ള കുറെ അധികം ആളുകൾ നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഐറ്റം വേറെ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം. ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ ഒരു തലക്കം വന്നിട്ടുള്ള എല്ലാവിധ കോമഡിയും ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചിരിച്ചിട്ടാണ് പോയത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം വീണ്ടും ഇവിടെ എത്താൻ സാധിച്ചതിൽ. അല്ല സുരേഷ് ഒരുപാട് പേര് സ്പോട്ടപ്പ് ഒക്കെ ചെയ്യാറുണ്ട്, അതൊക്കെ കാണാറുണ്ടല്ലോ? ഓ പിന്നെന്താ, തീർച്ചയായിട്ടും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ട് പ്രചോദയം. കാരണം ഇത്രയധികം ആളുകൾ നമ്മുടെ ശബ്ദം എടുക്കുന്നു പറയും വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ? അതെ തീർച്ചയായിട്ടും. അതെന്തറിയോ, കേൾക്കുന്നതെല്ലാം നമ്മള് പറയുമ്പോ അത് തന്നെയാണല്ലോ ഇത് കറക്റ്റ് ലൈവ് സംസാരിക്കുന്നത്. അല്ല ഞാനതാണ് ഇന്ററാക്ട് ചെയ്തപ്പോഴും അത് എന്ത് രസമായിട്ട് അത് ഇന്ററാക്ട് ചെയ്യുന്നത്. അടിപൊളി, സൂപ്പർ സൂപ്പർ. അടിപൊളി. നെക്സ്റ്റ് നമ്മുടെ മധുസാറിൻ്റെ ശബ്ദമാണ്. മധുസാറിന് കുറേ കാലഘട്ടത്തിന് ശേഷം കാര്യസ്ഥൻ എന്ന് പറയുന്ന സിനിമയിലെത്തിയപ്പോൾ ആ ശബ്ദമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡെപ്തുള്ള ആ ശബ്ദം മധുസാറിൻ്റെ ശബ്ദം. ഞാനൊരു കാര്യം പറഞ്ഞാൽ മറ്റാരോടും പറയില്ലാന്ന് ഭഗവതിയെ മുൻനിർത്തി സത്യം ചെയ്യാമോ? കൃഷ്ണുണ്ണി വെറും ഒരു കാര്യസ്ഥനല്ല, എൻ്റെ രാജൻ്റെ മോനാണ്. കലയിച്ച് നിൽക്കുന്ന 2 കുടുംബങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ വന്നവനാണ് എൻ്റെ ഉണ്ണി. എന്താണ് കൃഷ്ണുണ്ണി, ഞാനും പണ്ട് കുറെ ആദ്യമൊക്കെ വണ്ണം നോക്കിയതാ. എന്റെ സുനീഷ് കണ്ടെത്തലുകൾ ഭയങ്കരമാണ് കേട്ടോ. അതായത് മസാറിന്റെ ആ സിനിമയിലെ ഒരു കഥാപാത്രത്തിന് വോയിസ് ചേഞ്ച് ഉണ്ട്, അത് കറക്റ്റായിട്ട് അടിപൊളി കേട്ടോ, പൊളിച്ചു. അടുത്ത താരം ലാൽ സാറാണ്, സിദ്ദിഖ് ലാലിലെ ലാൽ സാർ. ഇത് 2 വേരിയേഷനാണ്. അദ്ദേഹം കോമഡി ചെയ്യുന്ന സമയത്തും അതുപോലെ വില്ലനായി മാറുമ്പോൾ 2 വ്യത്യാസം ഉണ്ടാവും. കോമഡി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള തെങ്കാശി പട്ടണത്തിലെ ആ ഒരു ക്യാരക്ടർ ആദ്യം ഒന്ന് ചെയ്യാം. ഇവനാരാന്നറിയോ? കള്ളടാ, കള്ളൻ, കള്ളൻ. എന്റെ സഹോദരൻ പെണ്ണെന്ന് പറഞ്ഞാ എനിക്കൊരു പെങ്ങളാ. അവളോട് തെറ്റിയതില്ലെങ്കിൽ ഞാൻ മാപ്പ് പറയാം, സത്യമായിട്ട് മാപ്പ് പറയാം. നീ കൊടുക്കുന്നങ്ങളാ അവളോട് പന്നി. ഈ കോമഡിന്ന് വിട്ടിട്ട് ഒരു വില്ലനായിട്ട് മാറിയപ്പോ ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോ അത് വേറെ റേഞ്ചായി പോയി. അതിൽ പടവീടൻ എന്ന് പറയുന്ന വില്ലൻ വേഷം. പടവീടൻ, ഡെവിൻ കാർലോസ് പടവീടൻ. അവന്റെ ജീവബോംബെല്ലാം പഴച്ചല്ലോ, അതിങ്ങനെ ഹൈറേഞ്ച് കേൾക്കണം. എങ്ങും മുടങ്ങാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വഴി അമ്പലങ്ങളിൽ കാറുമുള്ളിന്റെ കിരീടവും തേടി നാം നടന്നത് സൗഖ്യമോ മൃത്യുവോ? അടിപൊളി. 2 ഇമോഷൻ. ഇതില് ഒരു ആർട്ടിസ്റ്റ് കൂടെ ഒളിഞ്ഞു കിടപ്പുണ്ട്, ബാബു ആന്റണി. നെക്സ്റ്റ് ഞാൻ അതിലേക്കാണ് അപ്പൊ ബാബു ആന്റണി സാറിന്റെ ഒരുപാട് സിനിമ. ബാബു ആന്റണി ചേട്ടന്റെ ആദ്യകാലത്തെ ശബ്ദമാണ് നാടോടി സിനിമയിലെ. ഒരിക്കലും നീ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു കടങ്കഥ. സോഫി മരിക്കേണ്ടി വന്നാലും ജാക്സണോടൊപ്പം ജീവിക്കില്ലെന്ന് എന്നും ശാഠ്യം പിടിച്ച സോഫി 3 വർഷം മുമ്പ് എൻ്റെ കൺമുൾ വെച്ച് കടലിൽ ചാടിച്ചത്ത് എന്നെ കോടീശ്വരനാക്കി. ഞാൻ ജയിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുള്ളത് പ്രകൃതിശങ്ങൾ പടമെടുക്കാൻ കൊടൈക്കനാലിൽ വന്ന എൻ്റെ സുഹൃത്ത് വിക്ടർ എന്ന ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറുടെ ക്യാമറയിൽ ഒരു നിമിത്തം പോലെ സോഫി പതിഞ്ഞു. വിക്ടർ തന്ന വിലാസവുമായി ഞാനിവിടെ വന്നു. ജാക്സനെ ജീവിക്കാൻ സോഫി മരിച്ചേ തീരൂ. ഇപ്പോ അടുത്തത് പ്രജാദേട്ടന്റെ മാസ്റ്റർ ഐറ്റം ബാബു നമ്പൂതിരി. അദ്ദേഹത്തിന്റെ പകൽപൂരം എന്ന് പറയുന്ന സിനിമയിൽ സൂര്യമംഗലത്തെ അവകാശം സ്ഥാപിക്കാൻ മനോഹരമായൊരു നാടകം കളിച്ചു നിങ്ങൾ 2 ആളും കൂടി. എന്നിട്ടത് ശുഭസമാപ്തിയിൽ എത്തിക്കുകയും ചെയ്തു. വേണ്ട, അവനെ ഉണർത്തണ്ട. ഞാൻ ആ പാലിൽ കലക്കിയ ഘോരവനാന്തര കുരുവിൻ്റെ നീരിന് ഇങ്ങനെയൊരവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും. എന്തിനാ ഞാനത് ചെയ്തതെന്ന് അറിയോ? മധുവിധ സംഗമനത്തെ നിങ്ങളുടെ ഈ ചെറിയ ദാമ്പത്യം മുളയിലെ നുള്ളിയെറിയാൻ. സാധാരണ താഴേക്കാണ്, പിച്ച് താഴേക്കാണ്. തന്നെയല്ല, സാധാരണ എടുക്കുമ്പോൾ ഒരു നീട്ടം ഉണ്ടല്ലോ. നന്ദഗോപാലൻ വന്നു കേട്ടപ്പോഴേ നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് അതാ. പക്ഷെ ആ നീട്ടം ഇല്ലാതെ വേറൊരു വ്യത്യസ്തമായ ഡയലോഗ് ഇത് സോളമൻ ചങ്ങനാശ്ശേരി ആർട്ടിസ്റ്റും ഇതേ ഡയലോഗ് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര നല്ല രസമായിട്ടുണ്ട് കേട്ടോ, ആ ഒബ്സർവേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഭീമൻ രഘുചേട്ടനാണ്. രഘുചേട്ടൻ നമ്മുടെ ജയൻ സാറിനെ പറ്റിയിട്ട് പറഞ്ഞ ഒരു പോർഷനും ജയൻ സാറിന് വേണ്ടിയിട്ടുള്ളൊരു പാട്ടും കൂടി പാടുന്നുണ്ടായിരുന്നു. അത് പോർഷൻ ചെയ്യാം. എനിക്ക് ഈ ജയൻ എന്ന് പറയുന്ന നടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് ഈ കൊച്ചിൻ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഓഫീസറായിരുന്നു. അന്ന് ഇദ്ദേഹം
അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പോകുമ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചില്ല. പക്ഷേ അന്ന് എൻ്റെ ഒരു ഓഫീസർ വന്ന് എന്നോട് പറയുകയുണ്ടായി, ഇതാണ് സിനിമാ നടൻ ജയൻ, അപ്പോൾ നീ ഒന്ന് പോയി കാണുമെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമയിൽ കാണുന്ന ആളേ അല്ല, വേറെ ഒരു രൂപമാണ്. ഓക്കെ ചേട്ടാ, അപ്പൊ എല്ലാ സ്റ്റാർസും ഒന്നിനൊന്നും മെച്ചമായിരുന്നു, എല്ലാം ഗംഭീര പെർഫെക്ഷൻ. അല്ല, ഇപ്പം വരുന്ന ആൾക്കാരെല്ലാം പുതിയ പുതിയ നടന്മാരുടെയാണല്ലോ. കുറെ നാളുകളായിട്ട് ഇതൊക്കെ ഭയങ്കര nostalgia ആണ്. കേൾക്കാതിരിക്കുകയായിരുന്നു. അത് വീണ്ടും സുനീഷ് തന്നു. സുനീഷ് നമ്മുടെ ജോർജ് സാറിന്റെ സൗണ്ടൊക്കെ നോക്കി തുടങ്ങിയോ? തുടരും സിനിമയിലെ നമ്മുടെ പ്രകാശ് വർമ്മ സാറിന്റെ സൗണ്ട്. കാര്യം ഈ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന വോയിസ് ഉണ്ട്, ഡെപ്ത് ഉള്ള വോയിസ് ആണ്. നല്ല ശിവജിയുടെ വോയിസ് ചെയ്യാൻ പറ്റും. ശിവജിയുടെ വോയിസ് ഒക്കെ ആദ്യം പറഞ്ഞ വോയിസ് ഒക്കെ അതെന്തൊരു ഡെപ്ത് ആയിരുന്നു. സുരേഷ്, എല്ലാ സ്റ്റാറും, സുരേഷ് കൃഷ്ണ, എല്ലാവരും അതെല്ലാം കൂടെ നല്ലവണ്ണം ആത്മാർത്ഥമായിട്ട് ഇരുന്നൊന്ന് പഠിച്ചും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതും കൂടെ തരണം. തീർച്ചയായിട്ടും. അതെ. അപ്പൊ സുവിനീഷ് ചേട്ടൻ ആക്ച്വലി പുതിയ കുറച്ച് സ്റ്റാർസിന് ഇന്ന് ഇവിടെ വന്ന് ഈ വേദിയിൽ നിന്ന് തന്നെ നമ്മുടെ കാര്യക്കാർ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരെയൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് വീണ്ടും വെറൈറ്റി ഐറ്റങ്ങളുമായിട്ട് കാണാം സുവിനീഷ് ചേട്ടാ. ഓക്കെ, സന്ധിക്കും വരേക്കും വണക്കം. അപ്പൊ കൂടുതൽ ചിരി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.